ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് പേരയ്ക്ക വെച്ചിട്ട് രണ്ട് ടൈപ്പിലുള്ള ജ്യൂസാണ് കാണിക്കുന്നത്. ഒന്ന് മിൽക്ക് ഷേക്കും ഒന്ന് സാധാ ജ്യൂസും. ഇത് പേരയ്ക്ക സീസൺ ആകുമ്പോൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നാട്ടിലിപ്പോൾ പേരയ്ക്ക സീസൺ ആണോ എന്നുള്ളത് എനിക്കറിയില്ല. ഇവിടെ ഇപ്പോൾ പേരയ്ക്ക കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനത്തെ ടൈപ്പിലുള്ള പേരയ്ക്കയാണ് ഇവിടെ കിട്ടുന്നത്. പേരയ്ക്ക നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഈ ഒരു സൈഡ് കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് ചെറിയ പീസസ് ആക്കിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. നമുക്ക് അരയ്ക്കാനുള്ള എളുപ്പത്തിനാണ്. അടുത്തത് ഇനി ഇതിലേക്ക് വേണ്ടത് പാല് നല്ല കട്ടിയാക്കി എടുക്കാൻ വേണ്ടത്. ഇതിപ്പോൾ ഞാൻ ഐസ് ട്രേയിൽ ഒഴിച്ചിട്ട് ഐസാക്കി എടുത്ത പാലാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഇനി കുറച്ച് പാലും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായി അരച്ചെടുക്കുക. ആദ്യം കുറച്ച് ചേർത്താൽ മതി, എന്നിട്ട് അരച്ചിട്ട് തിക്നെസ്സിനനുസരിച്ചിട്ട് വീണ്ടും ചേർത്ത് കൊടുത്താൽ മതി. അടുത്തത് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്തിട്ട് അരച്ചെടുക്കുക. ഇപ്പം നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. നന്നായി അരച്ചതിന് ശേഷം ഒരു 10 അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ അരച്ചെടുത്തിട്ട് നല്ല ക്രീമി ടെക്സ്ചറിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇനി അതിലേക്ക് കുറച്ചും കൂടെ പാലൊഴിച്ച് കൊടുക്കുക. ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, മിൽക്ക് മെയ്ഡ്. അതൊരു 2 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുക. ഈ പേരയ്ക്ക തീരെ മധുരമില്ലാത്തതാണ്, അതുകൊണ്ടാണ് പഞ്ചസാര ഞാൻ 1/4 കപ്പോളം ഇട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് കിട്ടുന്ന പേരയ്ക്കയുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ മിൽക്ക് മെയ്ഡ് എടുത്തത് ബാക്കിയുള്ളത് വേറൊരു കുപ്പിയിലാക്കി വെച്ചതാണ്. നമ്മളെപ്പോഴും എടുത്തു കഴിഞ്ഞാൽ അത് വേറൊരു കുപ്പിയിലേക്ക് മാറ്റി വയ്ക്കുക. സെയിം ഡപ്പയിൽ തന്നെ വെക്കരുത്. അത് തുറന്നതിന് ശേഷം അതിൽ തന്നെ വെക്കുന്നത് നല്ലതല്ല. എപ്പോഴും അത് ബാക്കിയുള്ളത് ഒരു ഗ്ലാസിൻ്റെ ജാറിലേക്ക് മാറ്റി വയ്ക്കുക. എന്നിട്ടിത് വീണ്ടും അടിച്ചെടുക്കുക. അപ്പോൾ അതാ വീണ്ടും അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇതിലെ കുരു കടിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ സെർവ് ചെയ്യുക. ഞാനിതിപ്പോൾ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഇവിടെ പിള്ളേർക്കൊന്നും അതിൻ്റെ കുരു കടിക്കുന്നത് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഉണ്ടാക്കുമ്പോഴും അരിച്ചിട്ടാണ് ഉണ്ടാക്കാറ്. കുരുവും കൂടെ കഴിക്കുന്നതാണ് അതിൻ്റെ വിറ്റാമിന്, പക്ഷേ ഇഷ്ടമില്ലാത്തതുകൊണ്ട് അരിച്ചെടുക്കുന്നതാണ്. ഈ പേരയ്ക്കയിലാണെങ്കിൽ നല്ല കുരുവുണ്ട്. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. 3 പേരയ്ക്ക വെച്ചിട്ടാണ് ഞാൻ ഈ ജ്യൂസ് തയ്യാറാക്കിയത്. നമ്മുടെ മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. അത് നമുക്കിനി സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം. ഈ രീതിയിൽ പേരയ്ക്ക മിൽക്ക് ഷേക്ക് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ പാല് തണുപ്പിച്ചത് ഇല്ലാന്നുണ്ടെങ്കിൽ വാനില ഐസ്ക്രീം ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി. സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റിയതിന് ശേഷം പേരയ്ക്ക അതാ ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തെടുക്കുക. കുരുവില്ലാതെ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് അത് ജ്യൂസിന് മുകളിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇനി നമുക്ക് അടുത്ത ജ്യൂസ് നോക്കാം. അടുത്ത ജ്യൂസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 3 പേരയ്ക്ക കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുക. കുറച്ച് ലെമൺ ജ്യൂസ്, ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര, നല്ല തണുത്ത വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുക്കുക. ജ്യൂസ് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരിച്ചൊഴിക്കാം. നല്ല പച്ച കളറുള്ള പേരയ്ക്ക വെച്ചിട്ടാണ് അടിക്കണമെന്നുണ്ടെങ്കിൽ ജ്യൂസിന് പച്ച കളർ ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് ഇതിൽ ഇഞ്ചിയുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഒരു ചെറിയ പീസ് ഇഞ്ചി ഇട്ട് കൊടുക്കുക. അതാ ഈ ഒരു തിക്നെസ്സിലാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് നല്ല ലൂസ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. നമുക്കിത് സെർവ് ചെയ്യാം. ചൂടിൽ നിന്നൊക്കെ രക്ഷ നേടാനൊരു നല്ലൊരു ഡ്രിങ്കാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് 2 ജ്യൂസും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.